ഹലോ എവരിബഡി, മുച്ചീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നാട്ടുമാങ്ങ ഇട്ടിട്ടുണ്ട്. അത് വെച്ചൊരു മാമ്പഴ പുളിശ്ശേരി ആക്കിയാലോ. എന്നാൽ ഞാനിവിടെ ഒരു 4 പഴുത്ത നാടൻ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് ഇട്ടെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത്, കുറച്ച് ഉപ്പും ചേർത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. എന്നിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കണം. ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ വേവിക്കണം. ഇനി നമുക്കിതിൽ അരപ്പ് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ജീരപ്പൊടി ഉണ്ടെങ്കിൽ ജീരപ്പൊടി ഇട്ടാലും മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഒരുവിധം ബോയിലൊക്കെ ആയി, കുറച്ചൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. തേങ്ങ ഇതുപോലെ വളരെ ഫൈനായിട്ട് അരയ്ക്കേണ്ട, തരിതരായിരിക്കുന്ന വിധത്തിൽ അരച്ചെടുക്കുക. ഇത് നമുക്ക് നമ്മുടെ മാങ്ങയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി ഒന്നും കൂടെ ഈ അരപ്പെല്ലാം ഒന്ന് വെന്ത് വരണ്ടേ, അതിനുവേണ്ടി നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇപ്പോൾ ഇതായത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ലവണ്ണം തണുത്ത് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ലിറ്റർ തൈരാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് അതിൽ ചേർത്ത് ഇളക്കുക. ഇനി നമുക്കിതിൽ കടുക് വറുത്ത് ചേർക്കണം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കടുക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം കടുക് വറുത്ത് ഇതിനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഒരു പുതിയ റെസിപ്പിയായി വരുന്നത് എല്ലാവർക്കും